ദൂരത്തും ചാരത്തും വിവിധ ഭവനങ്ങൾക്കകത്തും വീടുകളിലുമൊക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരും നല്ലവരും ഈശ്വരഭക്തരുമായ ദേശനിവാസികൾക്ക് വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു വല്ലാത്ത കാലഘട്ടത്തിന്റെ നടുവിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും പീഡനങ്ങളും അകൃത്യങ്ങളും അധർമ്മങ്ങളും അഴിമതിയും കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, പീഡനങ്ങൾ, ഇങ്ങനെ നിരവധി കഥകൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ അത് ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. വർത്തമാനകാല ദിനപത്രങ്ങളും നമ്മുടെ TV ചാനലുകളുമൊക്കെ നാം കാണുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യന്റെ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന നിലവാരത്തിൽ പെറ്റമ്മയെ കൊല്ലുവാൻ മടിയില്ലാത്ത മക്കളും, അപ്പനെ കോടാലിക്കൈക്കടിച്ചു കൊല്ലുന്ന മക്കളും, അമ്മയപ്പന്മാരെ ഉപേക്ഷിക്കാൻ മടിയില്ലാത്ത മക്കളും, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കടൽഭിത്തിയിലൊക്കെ വലിച്ചെറിഞ്ഞും ശ്വാസം മുട്ടിച്ചും കൊല്ലുന്ന അമ്മമാരുമൊക്കെ കൊണ്ട് നിറഞ്ഞ ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ 3-5 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്ന ചരിത്രവും, അതും സ്വന്തം ഭവനത്തിലുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെ കുഞ്ഞുങ്ങൾ പീഡനമേറ്റുവാങ്ങുന്ന കാര്യങ്ങളുമൊക്കെ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നിറയുമ്പോ നാം പരസ്പരം ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ മനുഷ്യനായിത്തീരുന്നുവെന്ന്. ഇതിന് വ്യക്തമായി ഉത്തരം തരുന്ന ഒരേ ഒരു പുസ്തകം ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദ പുസ്തകമാണ്. നിരവധി ഫിലോസഫികളും നിരവധിയായ ആശയ സംഹിതകളും തത്വശാസ്ത്രങ്ങളും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇന്ന് പകൽ വ്യക്തമായി ഇതിനെക്കുറിച്ച് ഉത്തരം തരുന്നത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. കാരണം മനുഷ്യന്റെ അകത്ത് പാപം വസിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പാപിയായിട്ടല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യമായ ആത്മാവ്, ആ ഛായയിലാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം വിശുദ്ധനായതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതും വിശുദ്ധനായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കാതെ, ദൈവത്തോടുള്ള തന്റെ ആ തേജസ്സിനകത്ത് നിലനിൽക്കാതെ, തന്റെ സ്വന്തം ഇഷ്ടവും തന്റെ സ്വന്തം ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് കടന്നുപോയി നന്മയും തിന്മയുമൊക്കെ സ്വയം തിരിച്ചറിയാൻ ശ്രമിച്ചപ്പോ അവന്റെ അകത്ത് പ്രവേശിച്ചതാണ് പാപം. ദൈവം അവന്റെ മേൽ പകർന്ന വിശുദ്ധിയും തേജസ്സും ഒക്കെ അവന് നഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ പാപിയായി മാറുവാനിടയായിത്തീർന്നു. അങ്ങനെ പാപത്തിന്റെ അഗാധ കൂപത്തിലേക്ക് മനുഷ്യൻ വീണുപോയി. പാപത്തിൽ വീണുപോയ മനുഷ്യന് ദൈവവുമായി ബന്ധമില്ലാതായി. അവൻ ആത്മീയമായി മരണം സംഭവിച്ചു. അവന്റെ അകത്ത് ദൈവം പകർന്നിരുന്ന ആത്മാവും മൃതാവസ്ഥയിലായി. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നും ദൈവം കൊടുക്കാതിരുന്ന ആത്മാവിനെ ദൈവം മനുഷ്യന്റെ അകത്ത് ആക്കി വെച്ചു. മറ്റ് സൃഷ്ടികളിൽ നിന്നൊക്കെ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന ആത്മാവാണ്. എന്നാൽ മനുഷ്യന്റെ അകത്ത് ദൈവം കൊടുത്തിരുന്ന ആത്മാവ് മരണപ്പെടുവാൻ, മൃതാവസ്ഥയിലായി പോകുവാനിടയായി. കാരണം അവൻ ദൈവത്തിനോടുള്ള കൂട്ടായ്മ വിട്ട് അവന്റെ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം താല്പര്യത്തിലുമൊക്കെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ അവന്റെ അകത്ത് പാപം പ്രവേശിച്ചപ്പോ പാപത്തിന്റെ പരിണതഫലമായി സകല തിന്മകളും അധർമ്മങ്ങളും രോഗങ്ങളും സകലവിധ തകർച്ചകളും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, അതുകൊണ്ട് ആദ്യത്തെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തോട് അകന്നുപോയത് കൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ ഭൂമിയിൽ ജനിക്കുന്ന സകല മക്കളും സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതിന് ആർക്കും ഒഴിവുകയില്ല. കാര്യം ഏക മനുഷ്യനിൽ നിന്ന് സകല മനുഷ്യരും സകല മനുഷ്യജാതിയും ഉളവായി എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതിവിടത്തെ ക്രൈസ്തവരായാലും ഹിന്ദു ആയാലും മുസൽമാനായാലും ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായാലും എല്ലാവരും ഇവിടെ ജനിക്കുന്നത് പാപത്തോടാണ്. പാപത്തോടെ മാത്രമാണ് സകല മനുഷ്യരും ഭൂമിയിൽ ജനിക്കുന്നത്. അങ്ങനെ പാപത്തോടെ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യന് വിശുദ്ധനായി ജീവിക്കാൻ കഴിയില്ല. അവന് ആഗ്രഹമുണ്ട് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന്, കള്ളം പറയരുതെന്നും തിന്മ ചെയ്യരുതെന്നും നന്മകൾ മാത്രം ചിന്തിക്കണമെന്നും തിന്മ പ്രവൃത്തികളിലേക്ക് കടന്നു പോകരുതെന്നും
അധർമ്മം പ്രവർത്തിക്കരുതെന്നും അഴിമതി കാണിക്കരുതെന്നും ഒക്കെ അവന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, നന്മ ചെയ്യണമെന്ന് ഇച്ഛിച്ചാലും നന്മ ചെയ്യാൻ കഴിയാത്ത ഒരു പ്രമാണം അവന്റെ അകത്ത് വാഴുകയാണ്. അങ്ങനെ ഏക മനുഷ്യനിൽ നിന്ന് ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യനും പാപികളായി തീർന്നു. അങ്ങനെ പാപത്തിന്റെ അഗാധകൂപത്തിൽ വീണുപോയ മനുഷ്യൻ അവൻ ചെയ്യുന്നതൊക്കെ പാപമാണ്. ഒന്നുകിൽ പ്രവൃത്തിയിൽ ആ പാപം വെളിപ്പെടുന്നു, അല്ലെങ്കിൽ ചിന്തയിൽ പാപം വെളിപ്പെടുന്നു. അങ്ങനെ മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ചിന്ത കൊണ്ടുമൊക്കെ അവൻ പാപിയായി മാറുകയാണ്. പാപത്തിന്റെ തോത് നോക്കിയിട്ടല്ല ദൈവം പാപത്തെക്കുറിച്ച് ഒരു മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നത്. അവന്റെ അകത്ത് പാപത്തിന്റെ പ്രമാണം അവന്റെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് അത് പ്രവൃത്തിയിലൂടെ പുറത്തു വന്നില്ലെങ്കിലും അവന്റെ ചിന്തകളിൽ പാപം വ്യാപരിച്ചാൽ പോലും അത് പാപമെന്നാണ് ദൈവം എണ്ണുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരണമില്ല. ഒരു മനുഷ്യനും ദൈവസന്നിധിയിലേക്ക് ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം സകല മനുഷ്യരും പാപത്തിന്റെ ആഴങ്ങളിലായിപ്പോയി. അങ്ങനെ പാപത്തിന്റെ അഗാധകൂപത്തിൽ വീണുപോയ മനുഷ്യനെ അതിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ദൈവം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. എന്തുകൊണ്ട് പാപത്തിൽ വീണുപോയ മനുഷ്യനെ ദൈവം പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു? കാരണം പക്ഷിമൃഗാദികൾക്കൊന്നുമില്ലാത്ത ആത്മാവിനെ ദൈവം അവന്റെ അകത്ത് നൽകിയതുകൊണ്ട്, അത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം മൂലം അവൻ തകർക്കപ്പെട്ട് പാപത്തിന്റെ പരിണതഫലമായി അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു വന്ന നിത്യമരണം, ആത്മീക മരണം മാത്രമല്ല, അതിനുശേഷമുള്ള ശാരീരിക മരണവും അതിനപ്പുറമായ നിത്യമരണം, അത് നിത്യമായ ന്യായവിധി, ഒരിക്കലും പുറത്തു വരാൻ കഴിയാതെ ദൈവത്തോടുള്ള സകല ബന്ധം ഉപേക്ഷിക്കപ്പെട്ടവരായി കെടാത്ത തീയും ചാകാത്ത പുഴുക്കളും മാത്രമുള്ള നിത്യ നരകാഗ്നിയിലേക്ക് ഒരു മനുഷ്യൻ വീണുപോകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതിയാണ് ഇന്ന് പകൽ ഈ തെരുക്കോടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷം. എന്തുകൊണ്ടാണ് ഈ തെരുക്കോടിൽ പ്രസംഗിക്കുന്നത്? കാരണം ഇത് സകലരും കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സകല മനുഷ്യനും വേണ്ടി ദൈവം ഒരുക്കിയതാണ് സുവിശേഷം. അത് ക്രൈസ്തവന് വേണ്ടി മാത്രമല്ല, ഏതെങ്കിലും ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർക്കല്ല, യഹൂദന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും വരാനുള്ള സന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ് ദൂതന്മാർ യേശു കർത്താവിന്റെ ജനനവേളയിൽ അറിയിച്ചത്. അതുകൊണ്ട് ഈ സുവിശേഷം ലോകത്തെമ്പാടും പ്രസംഗിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ ഈ തെരുക്കോടിലും വന്നു നിന്നുകൊണ്ട് യേശുവിനെ ഞങ്ങൾ ഉയർത്തുകയാണ്. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തിന്റെ തേജസ്സിനകത്ത് വസിച്ചവൻ, ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ, ബലഹീനനായ പാപിയായ ആർക്കും വേണ്ടാത്ത തിന്മ മാത്രം ചെയ്യുന്ന മനുഷ്യനെ തേടി സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് സുവിശേഷം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യരെ പലരും ആരാധിച്ച് ദൈവമാക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനെയാ ഞങ്ങൾ ഉയർത്തുന്നത്. യേശു ദൈവമായിരുന്നു. ദൈവത്തിന്റെ പൂർണ്ണതയിൽ വസിച്ചവൻ, ദൈവമായിരുന്നവൻ സ്വർഗം വിട്ട് ഭൂമിയിൽ ബലഹീനനായ അഭക്തനായ പാപിയായ മനുഷ്യന്റെ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന്, മാത്രമല്ല മനുഷ്യന്റെ സകല പാപവും യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. എന്തുകൊണ്ട് മനുഷ്യന്റെ പാപം യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു? മനുഷ്യന് നീതിയില്ലാത്ത മനുഷ്യൻ, പാപിയായ മനുഷ്യൻ, അവന് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാൻ കഴിയാതിരിക്കുമ്പോ അവന്റെ പാപം, മനുഷ്യന്റെ മുഴുവൻ പാപവും ദൈവം എടുത്തിട്ട് യേശു എന്ന പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത പരമപരിശുദ്ധനായ ദൈവപുത്രന്റെ മേൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു. എന്നിട്ട് എന്തു ചെയ്തെന്നറിയാമോ? ദൈവത്തിന്റെ നീതി, പാപമില്ലാത്ത പരിശുദ്ധനായ യേശുക്രിസ്തുവിന്റെ നീതി മനുഷ്യന്റെ മേലും ചുമത്തപ്പെട്ടു. അതാണ് കാൽവരിയുടെ യാഗത്തിലൂടെ സംഭവിച്ചത്. മനുഷ്യന്റെ മുഴുവൻ പാപവും യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. യേശുവിന്റെ നീതി മനുഷ്യന്റെ മേൽ, പാപമില്ലാത്ത യേശുവിന്റെ നീതി മനുഷ്യന്റെ മേൽ ചുമത്തപ്പെട്ടു. അങ്ങനെ നാം നീതീകരണമുള്ളവരായി മാറി പാപത്തിൽ നിന്ന് പുറത്തു വന്നു. പാപത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ഒരുപാട് മാർഗങ്ങളില്ല, ഒരുപാട് ഫിലോസഫികളില്ല, ഒരുപാട് കർമ്മങ്ങളില്ല, ആചാരങ്ങളില്ല. ഒറ്റ മാർഗം.
കാൽവരിയിൽ മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു മനുഷ്യന്, നമുക്ക്, എനിക്ക് പകരക്കാരനായി യേശു കാൽവരിയിൽ മരിച്ചു. അതാ സുവിശേഷം. പാപിയായി എന്നെ വീണ്ടെടുക്കുവാൻ എന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ ആത്യന്തിക ശിക്ഷയായ മരണം, പാപത്തിന്റെ ശമ്പളം മരണം അത്ര എന്നാണ് വേദപുസ്തക ഭാഷ്യം, ആ മരണത്തിലൂടെ ദൈവപുത്രൻ കടന്നുപോയിക്കൊണ്ട് എന്നെ പാപത്തിന്റെ മുഴുവൻ ശിക്ഷയിൽ നിന്നും വിമുക്തനാക്കിക്കൊണ്ട് പാപമില്ലാത്ത പരിശുദ്ധനായ യേശു ക്രിസ്തുവിന്റെ നീതി എന്റെ മേൽ ചുമത്തി. അതാണ് കാൽവരിയിൽ സംഭവിച്ച യഥാർത്ഥ കാര്യം. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് സകല മനുഷ്യരും, ഏത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു പദ്ധതി അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇനി കർമ്മമാർഗങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. നാം നടത്തുന്ന പെരുന്നാളുകളോ നോമ്പുകളോ നാം നടത്തുന്ന അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ കൂദാശകളോ അല്ലെങ്കിൽ പുണ്യവാള വ്യക്തികളോ ഒന്നും കൊണ്ട് മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല. മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടുവാൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവരേ ഉള്ളൂ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു, അപ്പോൾ തന്നെ അവൻ പൂർണ്ണ മനുഷ്യരുമായിരുന്നു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥരായി ഒരുവരേ ഉള്ളൂ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവസഭയിൽ എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്നപ്പോ തന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവസഭയിൽ എത്തിച്ചേരാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരുപാട് വഴിയില്ല. യേശു എന്ന ഏക വഴി. നിങ്ങൾ ജനിച്ചു വീണത് ക്രൈസ്തവ കുടുംബത്തിലായിരിക്കാം. ജന്മം കൊണ്ട് കിട്ടിയ ഭക്തിയുണ്ട്, ആരാധനയുണ്ട്, കർമ്മങ്ങളുണ്ട്, ജന്മം കൊണ്ട് കിട്ടിയുള്ള സഭാ വിഭാഗങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങളെ നിത്യതയിലെത്തിക്കില്ല, നിങ്ങളെ ദൈവത്തോട് ബന്ധപ്പെടുത്തത്തില്ല. നിങ്ങൾക്ക് ദൈവത്തോട് ബന്ധപ്പെടാൻ യേശു എന്ന ഏക മാർഗമേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് ഒരുവനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ഒരു വ്യക്തിയെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ഈ ഉലകത്തിൽ വെച്ചിരിക്കുന്ന ഏക മാർഗം മനുഷ്യന്റെ പാപപരിഹാരത്തിനായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണം എനിക്ക് പകരമായിരുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആരുണ്ട് അവർക്കാണ് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നത്. അല്ലാതെ ഒരു പുണ്യാള ഭക്തികൾ കൊണ്ടും ഒരു വിധത്തിലുള്ള മറ്റു മധ്യസ്ഥന്മാരെ കൊണ്ടും ഒരു വിധത്തിലുള്ള പെരുന്നാൾ കൊണ്ടും ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ സഭാവിഭാഗം ഏതുമാകട്ടെ, നിങ്ങൾ ജനിച്ച പശ്ചാത്തലം എന്തുമാകട്ടെ, നിങ്ങൾ ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങൾ എന്തുമാകട്ടെ, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ദൈവസഭയിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു എന്ന മാർഗം. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുക. കർത്താവും രക്ഷകരുമായി യേശുവിനെ ആര് ജീവിതത്തിൽ ഏറ്റെടുക്കുന്നുവോ അവർക്കാണ് ദൈവപുത്രന്റെ അവകാശം, ദൈവപുത്രത്വത്തിന്റെ അവകാശം ലഭിക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് വീണ്ടെടുപ്പ് ലഭിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ എന്ത് ലഭിക്കും? വീണ്ടെടുപ്പ് ലഭിക്കും. നമുക്ക് പകരക്കാരനായി യേശു കാൽവരിയെ സകല പാപത്തിന്റെയും പരിഹാരം ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടെടുപ്പ് ലഭ്യമാകും. നമുക്ക് ദൈവസഭയിലേക്ക് സൗജന്യമായി കടന്നു ചെല്ലാൻ കഴിയും. ഒരു ദാനകർമ്മങ്ങളോ കർമ്മങ്ങളോ ആചാരങ്ങളോ ഇല്ലാതെ തികച്ചും സൗജന്യമായി ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ്. 2, നിങ്ങൾക്ക് പുത്രത്വം ലഭിക്കും. അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് വേദപുസ്തകം പറയുന്നത്. യേശുവിനെ വിശ്വസിക്കുന്ന സകലർക്കും, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സകലർക്കും ദൈവമക്കളായി തീരും. അവന്റെ പുത്രത്വത്തിലേക്ക് അവകാശം ലഭിക്കുകയാണ്. മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അതിപ്രധാനമായി ലഭ്യമാകുന്ന മറ്റൊന്നാണ് നിത്യജീവൻ. നമ്മുടെ ആത്മാവുണ്ടല്ലോ, ഒരിക്കൽ ദൈവത്തോട് മറുകരച്ചതിന്റെ പേര് മൃതാവസ്ഥയിൽ പോയ ആത്മാവിന്റെ ജീവൻ അത് വെളിപ്പെടുന്നത് യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നു. ആ ജീവൻ നമ്മിലേക്ക് പകരപ്പെടുകയാ.
മൃതാവസ്ഥയിലായി നിത്യമരണത്തിന് വേണ്ടി ഉഴിയപ്പെട്ടിരുന്ന നമ്മിലേക്ക് യേശുവിന്റെ ജീവൻ പകരപ്പെടുന്നു. അതാണ് നിത്യജീവൻ. നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള അവകാശമാണ് നിത്യജീവൻ. ആ നിത്യജീവൻ നമ്മുടെ അകത്തേക്ക് പകരുകയാണ്. നിത്യജീവൻ ഒരുവന്റെ അകത്ത് വന്നാൽ അവന്റെ അകത്ത് നിത്യസമാധാനമാ. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തു മാർഗത്തിലേക്ക് വന്ന നിങ്ങൾക്ക് കാറ് കിട്ടും, വീട് കിട്ടും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വിധത്തുള്ള ഭൗതിക നന്മകൾ ഉണ്ടാകും എന്നൊന്നും ഞങ്ങൾ വിളിച്ചു പറയുന്നില്ല. ഞങ്ങൾക്ക് പറയാനൊന്നേ ഉള്ളൂ, നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും. നിത്യനായ ദൈവത്തോടൊപ്പം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ശാരീരിക മരണത്തിനപ്പുറവും യേശു ക്രിസ്തുവിൽ വിശ്രമിക്കുവാൻ ഒടുവിൽ അന്ത്യ ന്യായവിധിയുടെ നാളിൽ നിത്യമായ സ്വർഗത്തിൽ പ്രവേശിച്ച നിത്യരായ ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയും. ഇവിടെ ക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത വ്യക്തിക്ക് എന്ത് സംഭവിക്കുമെന്ന് കൂടി വേദപുസ്തകം പറയുന്നു. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ കൈക്കൊള്ളാതെ മരണപ്പെട്ടാൽ ഇവിടെ നടത്തുന്ന ഒരു കർമ്മവും ആചാരവും ധൂപപ്രാർത്ഥനയും കുർബാനയും കൊണ്ട് ഒരു മനുഷ്യരെയും സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മാർഗം വേദപുസ്തകം പറയുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് അവന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയെ തികച്ചു ജീവിച്ചാൽ നിങ്ങൾക്ക് നിത്യതയിൽ ചെല്ലാം. അല്ലെങ്കിൽ മരണശേഷം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് പിശാചിനോടൊപ്പം സാത്താനോടൊപ്പം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാനിടയായിത്തീരും. ഒരാത്മാവും നിത്യമരണത്തിലേക്കും നിത്യനരകത്തിലേക്കും പോകരുതെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ്, അത്രത്തോളം ലോകത്തെ അവൻ സ്നേഹിച്ചതുകൊണ്ട്, നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാനിടയായിത്തീർന്നത്. ഇന്ന് പകൽ ആ ദൈവസ്നേഹത്തിന്റെ ആഴമാ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു നിത്യമായ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. അത് യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതാ. ആ സന്തോഷമാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, കാലം അതിന്റെ അവസാന യവനികയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇസ്രായേലിൽ നിന്ന് സംഭവിക്കുന്നതും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും ലോകത്ത് ഏകലോക ഭരണത്തെക്കുറിച്ചുള്ള ചർച്ചകളും അതുപോലെ പണമില്ലാത്ത വിനിമയങ്ങൾ, ചിപ്പുകളിലൂടെയുള്ള വിനിമയങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോ വേദപുസ്തകം പറയുന്ന പ്രവചനത്തിന്റെയൊക്കെ നിവൃത്തി സംഭവിക്കുകയാണ്. ഒരു വലിയ സംഭവം ലോകത്ത് നടക്കാൻ പോകുന്നു. തന്നെ കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മധ്യാകാശത്ത് വരും. യേശു മധ്യാകാശത്ത് വരും. അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി മധ്യാകാശത്തേക്ക് വരുമ്പോ ആരാണ് അവരെ കാണുന്നത്? അത് യേശുവിന്റെ രഹസ്യപരമാണ്. തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന, തന്നിൽ വിശ്വസിച്ച് വിശുദ്ധിയെ തികച്ച് കാത്തിരിക്കുന്ന തന്റെ വൃതന്മാരെ ചേർക്കുവാൻ യേശു മധ്യാകാശത്ത് വരുവാനിടയായിത്തീരും. വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ വിശ്വസിച്ച് മൃതിയടഞ്ഞ നമ്മുടെ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ കല്ലറകളെ ഭേദിച്ച് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി മൺമയമായതിനുപേക്ഷിച്ച് മിന്മയമായ ശരീരത്തെ പ്രാപിച്ച് അവർ എഴുന്നേറ്റ് വരും. അന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവനോടിരിക്കുന്ന നാമം രൂപാന്തരപ്പെട്ട് അവരോടൊപ്പം എടുക്കപ്പെട്ട് അങ്ങനെ യേശുവിനോടൊപ്പം യുഗായുഗങ്ങൾ നമ്മൾ ക്രിസ്തുവിന്റെ തിരുമുഖത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിനെ ആരാധിച്ച്, ഇന്ന് വിശ്വാസത്താൽ ആരാധിക്കുന്ന യേശുവിനെ നാം ആത്മാവിൽ ഇന്ന് ആരാധിക്കുന്നുവെങ്കിൽ അന്ന് സ്വന്തം കണ്ണുകൊണ്ട് നാം കണ്ട് അവനെ